നമ്മളിന്നൊരു നാടൻ കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കണത്. കർമൂസും കായയും ചേമ്പും തണ്ടും കൊണ്ട് അവിയൽ, പുളി വെച്ചിട്ടുള്ളൊരു അവിയൽ. അപ്പം നമുക്ക് നമ്മളവിടെ ഉണ്ടായതാട്ടോ, മുത്തശ്ശി നട്ടതാണ് ഈ കർമൂസും കായ. പിന്നെ അതുപോലെ ചേമ്പും അതെ. അപ്പോൾ അതിൻ്റെ തണ്ടോടും കൂടെ നമ്മളെപ്പോഴും ഈ സാമ്പാറും അതും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴാകുമ്പോൾ മടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അങ്ങനെ ഒരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കർമൂസും കായയും ചേമ്പും തണ്ടൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കട്ടെ. ഞാനാണ് കേട്ടോ അരിയലുകാരി. പ്രസി തന്നെ ഏൽപ്പിച്ച് പോയതാണ്. നേരെയൊക്കെ അമ്മയാണ് നല്ലത്, നുറുക്കിക്കോള് വേഗം. അപ്പോൾ അത് നുറുക്കട്ടെ. ഇനി തോല് കളയട്ടെ ആദ്യം. പുത്തുങ്കായൊക്കെ നുറുക്കി കഴിഞ്ഞു, ഇനി ചേമ്പും തണ്ട് നുറുക്കട്ടെ. അങ്ങനെ മുത്തശ്ശി ചേമ്പും തണ്ടൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചീകി എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം അതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ കഴുകുന്നുണ്ട്, കാരണം ചൊറിച്ചിൽ വരണ്ടാന്ന് വെച്ചിട്ടാണ്. ഇനി അതൊക്കെ നമ്മളുടെ കൽച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഗ്യാസിൽ വെക്കാം കേട്ടോ. സ്റ്റൗ കത്തിച്ചു, കൽച്ചട്ടി വെച്ചു. അപ്പോൾ നമ്മൾ കർമൂസും കായും ചേമ്പും തണ്ടൊക്കെ നുറുക്കിയിട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ കൽച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കണത്. നല്ല നാടൻ ടേസ്റ്റാവും കൽച്ചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ കുറേ കൂട്ടുകാരായി ചോദിക്കണേ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി നമുക്കിത് അടച്ചു വയ്ക്കുകയും ചെയ്യാം. ഇനി നല്ല വേവട്ടെ. പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവൊന്നും വേണ്ട, പക്ഷെ ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി. അതിലേക്ക് എന്നിട്ട് നമ്മളുടെ വാളൻപുളിയില്ലേ, പുളി വെള്ളത്തിലിട്ടതും കൂടെ ഒഴിച്ചിട്ട് ചേർക്കുക. ഇനി നമ്മളുടെ അരപ്പ് വന്നിട്ട് നാളികേരം, ജീരകം, പച്ചമുളകുമാണ് കേട്ടോ. അത് നന്നായിട്ട് അരച്ചു കൊടുക്കുക. നമ്മളുടെ അവിയലിന് നമ്മൾ ചതക്കിയല്ലേ ചെയ്യുക, മറ്റേ കുറുന്നനെയുള്ള അവിയലിന്. ഇത് കുറച്ച് ലൂസായിട്ടുള്ള അവിയലാണ്, അതാണ് ഇങ്ങനെ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കും. കുറച്ച് കറിവേപ്പില ഇടുക, ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ. സംഭവം കഴിഞ്ഞു, ഇത്ര പണിയുള്ളൂ കേട്ടോ. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചോറിനൊരു അവിയൽ റെഡി. ഈ ഒരു ബ്ലാക്ക് ഫ്രോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട്. സ്ലീവിൻ്റെ അവിടെയും ഹൈനെക്കാണ് വന്നിരിക്കുന്നത്. നല്ല വർക്കും കാര്യങ്ങളും ഉണ്ട്.